ഞാനിപ്പോൾ ഉള്ളത് പൂതക്കുളം ചിറയിലാണ്. ഈ ചിറയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഈ വെള്ളം, ഈ ചിറയിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന വെള്ളം നെല്ലേറ്റിൽ കായലിലാണ് ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആറിൻ്റെ സംഗമസ്ഥാനം അന്വേഷിച്ചാണ് പോകുന്നത്. അപ്പോൾ നെല്ലേറ്റിലോട്ട് പോവാം. അവിടെ ചെന്ന് ഇതിൻ്റെ നെല്ലേറ്റിൽ കായലിൽ പതിക്കുന്ന ഭാഗവും അവിടെ ഒരു ഭയങ്കരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അങ്ങോട്ട് പോയാലോ? നമ്മളിപ്പോൾ ഉള്ളത് പൂതക്കുളം ഇടയാടി എന്ന പ്രദേശത്താണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരുമൊക്കെ പോസ്റ്റ് ചെയ്തു ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. നമ്മൾ പാലരുവിയെ പോലെ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നറിഞ്ഞ് അപ്പോൾ നമ്മളിവിടെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ഇവിടെ ഇറങ്ങിപ്പോണ വഴിയൊക്കെ ചെറുക്കടമാണ്. എന്തായാലും നോക്കാം, ഇറങ്ങി നോക്കാം. തിരിച്ചു കയറാൻ പറ്റുമോ അറിയാൻ വയ്യ. ചിലപ്പോൾ റോപ്പ് വേയോ അല്ലെങ്കിൽ ഫയർഫോഴ്സൊക്കെ വേണ്ടി വരുമോ അറിയാൻ വയ്യ. എന്തായാലും പ്രായമായവർക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇറങ്ങാനും കയറാനും. ഇച്ചിരി കൽക്കെട്ടുകളും ഒക്കെ ഉണ്ട്. നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. എന്തായാലും നോക്കാം, സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. കരണം തെറ്റിയാൽ മരണം സംഭവിക്കുമെന്ന് സർക്കസുകാരൊക്കെ പറയുന്ന പോലെ. ഞാനീ കുടയന്ത്രാമത്ത് പിടിച്ചേക്കുന്ന മഴയില്ലല്ലോ. മഴയില്ല, മഴ പെയ്യുമ്പം കുട നോക്കാം. എന്തായാലും കുട മുടക്കി. ഇപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ വഴിക്ക് തടസ്സമായിട്ടൊരു പുന്നമരം നിൽപ്പുണ്ട്. നമ്മൾ ഈ പുന്നമരം പഴയ കാലത്തൊക്കെ പുന്നക്ക പറിച്ച് പുന്നക്ക എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാലത്ത് ഈ പുന്നയൊന്നും ഇപ്പോൾ കാണാനില്ല. ഇത് പുന്നമരമാണ്. പുന്നക്ക എണ്ണ ഒക്കെ വല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മരം ഇങ്ങനെ ഇതിനപ്പുറം അങ്ങനെ പോകും. ഞാൻ അതിൽ കയറാം. നീ കുഞ്ഞ് കയറാൻ പോയി. അപ്പോൾ ഇതിൽ ആരടാ നമ്മുടെ മാർക്കിൽ കിടക്കുന്ന, മാറടാ നീ അങ്ങ് മാറിക്കടാ ചടാ. പെല്ല പുഴക്കണം, ഓടാ വേളം വയ്ക്കരുത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നെല്ലേറ്റിൽ കായലാണ്. ആ കായലിലോട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്നത്. വളരെ ഉയർത്തുനിന്നാണ് ആ വെള്ളം വരുന്നത്. അപ്പോൾ നമ്മുടെ പൂതക്കുളം ചിറയിൽ നിന്നും അതുപോലെ തന്നെ പരിസര പ്രദേശത്തു നിന്നുമുള്ള മഴവെള്ളവും ഊറ്റുവെള്ളവും എല്ലാം കൂടി ഒരു തോടായിട്ട് ഒഴുകി ഇവിടെ നെല്ലേറ്റിൽ കായലിലോട്ട് പോവുകയാണ്. ആ ഒരു സീനാണ് ഇവിടെ കാണുന്നത്. നല്ല ഒഴുക്കുണ്ട് ഇവിടെ. ആ പുന്നമരത്തിൻ്റെ ഒരു മാർഗ്ഗ തടസ്സം കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ തടസ്സമാണിത്. കുനിഞ്ഞ് കയറാം. അല്ല, കൂടെയെല്ലാം വെള്ളത്തിൽ പോയി. മതിടാ കുറച്ചും. ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് വഴി അവിടെ നിന്നു. ഇനി തോട്ടിൽ കൂടെ വേണം പോകേണ്ടതെന്ന് വിചാരിക്കുന്നു. നല്ല ഒഴുക്കുണ്ട്. ചെരുപ്പ കൂരി കൈ പിടിച്ചോ. അതുപോലെ വെല്ല പോകണം വെള്ളത്തിൽ കൂടെ. ഇപ്പോൾ ചില സ്ഥലത്ത് നല്ല ഒഴുക്കുണ്ട്. അതായത് ചില ആഴങ്ങളുള്ള സ്ഥലങ്ങളിവിടെ ഉണ്ട്. എങ്കിലും ചെറിയ ചെറിയ പാറകളാണ്, ചെറിയ ഉരുളം പാറകളാണ്, പാറക്കല്ലുകളാണ് ഇവിടെ ഉള്ളത്. ആ സൈഡിൽ കൂടെ പോ, ആ സൈഡിൽ കൂടെ പോ, ആ സൈഡിൽ കൂടെ പോ. കുടയൊന്നും വേണ്ടായിരുന്നു. മഴ സമയത്ത് നല്ല എൻജോയ്മെൻ്റുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഏതാണ്ടൊരു 100-200 മീറ്ററൂടെ ഉള്ളൂ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ബാ സൈഡിൽ കൂടെ വാ, ഇങ്ങോട്ട് വാടി. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ഒഴുക്കാണ്. ഇവിടെയാണ് വെള്ളച്ചാട്ടം. അങ്ങോട്ടാണ് പോ ഓടി. അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. വിചാരിച്ചതെന്ന് ഭയങ്കരമായ ഹൈറ്റും. രംഗച്ചാട്ടം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി അണ്ണാ റെഡി.
മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഒക്കെ പോകാം. ഫാമിലീസൊക്കെ മേടി വന്നിരിപ്പുണ്ട്. നിങ്ങളിങ്ങ് വന്നാ പിന്നെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ഇവിടെ നിന്നപ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്തു. മഴ നനഞ്ഞു. പിള്ളേരൊക്കെ കുളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കുളിച്ചിട്ടിരിക്കുന്നു. ഭൂതകുളത്ത് നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഈ ഒരു കൈത്തോട്, ഈ ഒരു കനാൽ, വെള്ളം നല്ല ശുദ്ധമായ ജലമാണ് ഒഴുകി വരുന്നതുകൊണ്ട് ആ ഒരു ജലം കായലിൽ പതിക്കുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സെൽഫി വീഡിയോയും കൂടെ ആയിക്കോട്ടെ. ഉള്ള മനോഹരമായ കാഴ്ച, നല്ല വെള്ളച്ചാട്ടം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേരാനുള്ള GPS കൂടി ഞാനിതിനോട് ചേർക്കുന്നു. അപ്പോൾ അത് നോക്കി വരിക. വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടാണ് ഇറങ്ങി വരാൻ. എങ്കിലും കുഴപ്പമില്ല. കാട്ടുകല്ലാണ്. കാട്ടുകല്ല് വെട്ടി ആ സ്റ്റെപ്പുകളാക്കി വഴിയാണ്. ആ വഴിയിലൂടെ വരാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അല്പം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ഭാഗം ഒരു പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. ബാക്കി താഴോട്ട് നല്ല രീതിയിൽ ഇറങ്ങി വരാം. അപ്പോൾ വരാം. മനോഹരമായ ഈ ഒരു വെള്ളച്ചാട്ടം കാണാം. കായലിൻ്റെ മനോഹാരിത ആസ്വദിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നെല്ലേറ്റിൽ കടവിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നെല്ലേറ്റിലേക്ക്. എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. പരമാവധി ആൾക്കാർ മഴ സമയത്ത് എത്തുക. മഴക്കാലത്ത് മാത്രമാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളത്. ഉണക്ക് കാലത്ത് വന്നിട്ട് വെള്ളം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ജുവൽ ജംഗ്ഷൻ മീഡിയയെ കുറ്റപ്പെടുത്തരുത്. അതുകൊണ്ട് മഴ സമയത്ത് അല്പം മഴ നനഞ്ഞിട്ടായാലും നമുക്ക് ഫാമിലിയോട് കൂടി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രദേശമാണ് നെല്ലേറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ജുവൽ ജംഗ്ഷൻ മീഡിയയുടെ യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. എല്ലാം ജുവൽ ജംഗ്ഷൻ മീഡിയ എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. തിരിച്ച് കയറുന്ന പ്രദേശമാണ്. സ്ലിപ്പിയാണ്. സൂക്ഷിച്ച് കയറുക. സൂക്ഷിച്ച് കയറണം. സ്ലിപ്പായി കിടക്കുകയാണ് കേട്ടോ. എല്ലാ കാര്യമുണ്ടോ? വീട്ടിലാണ് കിടക്കാനുള്ളത്. വെള്ളച്ചാട്ടം കാണാൻ വന്നേക്കുന്നത്. വെള്ളച്ചാട്ടം. കൊള്ളാം. അടിപൊളി. ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും വരിക. ഇവിടുത്തെ GPS ലൊക്കേഷൻ ഇട്ടേക്കാം. GPS നോക്കി എല്ലാവരും വരിക. നെല്ലേറ്റിൽ ഭാഗത്തേക്ക് എത്തുക. ഓക്കെ, ബൈ ബൈ. ജുവൽ ജംഗ്ഷൻ മീഡിയ. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ?